നമ്മുടെ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ CPM നേതൃത്വത്തിന്റെ കഴിഞ്ഞ കുറച്ചാൾക്ക് മുതൽ ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വിമർശനം വീണ്ടും ആവർത്തിക്കുന്നു. കായംകുളത്ത് മത്സരിച്ചപ്പോൾ കാലുവാരി എന്ന് ജി സുധാകരൻ പറയുകയാണ്. UDF മുൻതൂക്കമുള്ള സീറ്റുകളിലാണ് മത്സരിച്ച് വിജയിച്ചതെല്ലാം. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും ജി സുധാകരൻ പറയുന്നു. അപ്പൊ ജി സുധാകരൻ രണ്ടും കൽപ്പിച്ചാണ് എന്ന് തോന്നുന്നു. മനീഷ് മഹിപാൽ ചേരുന്നു ആലപ്പുഴയിൽ. ഞാനിവിടെ വന്നാൽ മുഖത്തല്ല നോക്കുന്ന കാലയിലോട്ടാണ് നോക്കുന്നത്. ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളിലെല്ലാവരും കൂടി കൈയടിച്ചു. ഏതോ ഒരു നേതാവിന് ഇഷ്ടപ്പെട്ടില്ല, അയാളായിരിക്കും കാലുവാരി നാളായിരിക്കും. നായനാരാണ് ഇത് ആദ്യം പറഞ്ഞത്. ഞാനിവിടെ MLA ആയിരിക്കും, ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വലിയൊരു മഹാസമ്മേളനം നടക്കും. അദ്ദേഹം പറഞ്ഞു, നിന്നെ ഒന്നും ഞാൻ വിശ്വസിക്കത്തില്ല. മുമ്പിരിക്കുന്ന നായനാട് പറയുമ്പോൾ ആർക്ക് വിരോധമില്ല. ഒരാളെ ഞാൻ വിശ്വസിക്കും, നിങ്ങൾ കാലുവായിരുന്ന ഒരാൾ. എല്ലാവരും വാരുന്നതെന്നല്ല, അതൊരു കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന ഒരു കുറച്ചാളിവിടെയുണ്ട്. അതിപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഇന്നലെയുണ്ട്. ഞാനും അനുഭവിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതാണ് ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുപ്പിൻ്റെ ഇടയിൽ കടാലങ്ങനെ ഒളിച്ചു പിടിക്കുക, കൂട്ടുക. ഇതൊന്നും ശരിയല്ല. വിവരങ്ങളുമായി മനീഷ് മഹിപാല ചേരുന്നുണ്ട്. മനീഷ്, വിവരങ്ങൾ. ഇത് ആദ്യമായിട്ടല്ല മുൻ മന്ത്രി ജി സുധാകരൻ കായംകുളത്തെ പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. പക്ഷെ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സർക്കാരിനെയും പാർട്ടിയെയും വിമർശിച്ചുകൊണ്ട് പല പൊതുവേദികളിലും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. കഴിഞ്ഞ തവണ നവകേരള സദസ്സ് കടന്നുപോയ സമയത്ത് വലിയ അക്രമങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ മറ്റുള്ളവരെ അടിച്ചിട്ടല്ല വിപ്ലവം ഉണ്ടാക്കേണ്ടത്, ഒപ്പം തന്നെ സ്ഥാനമാനത്തിരിക്കുന്നവർ മറ്റ് പാർട്ടിയിലെ ആളുകളെ ബഹുമാനിക്കുകയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. മാർക്സിസ്റ്റുകാരുടെ മാത്രം വോട്ട് കൊണ്ട് മാത്രം LDF ജയിക്കില്ല, അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ സാധിക്കില്ല തുടങ്ങിയിട്ടുള്ള പല വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് നിലവിൽ കായംകുളം നേതൃത്വത്തെ ഒന്നും കൂടി വിമർശിക്കുന്നത്. ഇത് കലയായും ശാസ്ത്രമായും കാലുവാരൽ കാണുന്നവരുണ്ട് എന്നുള്ള ഒരു വിമർശനം. 2001 അദ്ദേഹം MM ഹസനുമായി കായംകുളത്ത് മത്സരിച്ച് തോൽക്കുന്നത്. അതിനു മുൻപ് തച്ചടി പ്രഭാകരനെ തോൽപ്പിച്ച് 96 അദ്ദേഹം കായംകുളത്തെ MLA ആകുന്നത്. പിന്നീട് അതേ സീറ്റ് തന്നെ കായംകുളത്തെ പാർട്ടി നേതൃത്വം പിന്നീട് അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം കാല് വാരിയത് കൊണ്ടാണ് 2001 MM ഹസനുമായി അദ്ദേഹത്തിന് തോൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അതേ കാര്യം തന്നെ പുതിയ നേതൃത്വത്തെയും ഒപ്പം തന്നെ പാർട്ടിയിലെ പുതിയ പ്രശ്നങ്ങളെയൊക്കെ തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഒളിയമ്പ് കൂടി ജി സുധാകരൻ നൽകുന്നത്. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ജില്ലയിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെതിരെയൊക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ അമ്പലപ്പുഴ, ആലപ്പുഴ MLA മാർക്കെതിരെയും, അതായത് താൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ അത് പൂർത്തിയാക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികളെ കൂടി ഓർക്കണമെന്നുള്ള വിമർശനം. അങ്ങനെ പലതരം വിമർശനം പാർട്ടിക്കെതിരെ, മുന്നണിക്കെതിരെ, സർക്കാരിനെതിരെയും പല പൊതുവേദികളിലും ജി സുധാകരൻ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ 3 കുട്ടികൾ ഒരു 3 കുട്ടികൾ സെൽഫി എടുക്കണം പ്ലീസ്. ഒരു മിനിറ്റ്. ആ എടുത്തോ. ഏത് സ്കൂളാ? അപ്പൊ കുഞ്ഞുങ്ങളടക്കം ഇവിടെ വളരെ സജീവമായി നിൽക്കണം. ഇവിടെ ആണല്ലേ, ഇവിടെ വേദികളിൽ ഇവിടെ മത്സരം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സൗണ്ട്, കുച്ചിപ്പുടി നല്ല സൗണ്ട് ഉണ്ട്.